ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. നമ്മളുടെ യാത്ര ഡൽഹൌസിയിൽ നിന്നും ധർമ്മശാലയിലേക്കാണ്. രാവിലെ ഒരു 10:30 ഞങ്ങളവിടെ ഡൽഹൌസിയിൽ നിന്നും ധർമ്മശാലയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഡൽഹൌസിയിലെ ചില ചെറു പട്ടണങ്ങൾ പിന്നിട്ട് ഞങ്ങളുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിമാചലിൽ ഈ ദേവദാരു മരങ്ങൾ നിറഞ്ഞ റോഡിലൂടെ പോകാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. ചുറ്റും ദേവദാരു മരങ്ങളാണ്, ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ദേവദാരു മരങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങളുടെ ഡ്രൈവർ അമർജിത്ത് ആദ്യമായിട്ടാണ് ധർമ്മശാലയിലേക്ക് പോകുന്നത്. അതിൻ്റേതായ ഒരു ടെൻഷൻ ഉണ്ട് പുള്ളിക്ക്. ഞങ്ങളിപ്പോൾ ധർമ്മശാലയിലേക്കുള്ള റോഡിൽ പ്രവേശിച്ചു. ഇവിടെ നിന്നൊരു 4 മണിക്കൂറോളം യാത്രയുണ്ട്. ധർമ്മശാലയിലേക്കുള്ള യാത്രയിൽ നമ്മളൊരു സ്ട്രീം കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി. നല്ല ഭംഗിയുള്ള സ്ട്രീം, നല്ല തെളിഞ്ഞ വെള്ളം, അതിന് ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജുണ്ട്. നമ്മളവിടെ വണ്ടി നിർത്തി അതിന് വീഡിയോ എടുക്കാനാണ് നിർത്തിയത്. നല്ല കാണുന്ന ഒരു പൂവാണ്, ആ വെളുത്ത പൂവ്. ഇടയ്ക്ക് ചില ചെറു പട്ടണങ്ങളും കൃഷിസ്ഥലങ്ങളും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ ഹിമാചൽ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടുത്തെ ഒരു നദി ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പേര് നമുക്കറിയില്ല. വഴിയരികിലൊരു സ്ഥലത്ത് ഞങ്ങൾ വണ്ടി നിർത്തി. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഒരു മനോഹരമായ ലൊക്കേഷനാണിത്. ക്ഷേത്രത്തിനടുത്തായിട്ടൊരു ചെറിയ വെള്ളച്ചാട്ടം കാണാം. ക്ഷേത്രത്തിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ പേർക്ക് സദ്യ കൊടുക്കുന്നുണ്ട്. ഹിമാചലിൽ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ട ഒരു കാഴ്ചയാണ്. ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളും അതിനു മുന്നിൽ ഇങ്ങനെ സദ്യ കൊടുക്കുന്ന കാഴ്ച നമ്മൾ പല സ്ഥലത്തും കണ്ടു. ഇവിടുത്തെ വീടുകളുടെ എല്ലാം കൺസ്ട്രക്ഷൻ പ്രത്യേക രീതിയിലാണ്. ചെറിയ ചെറിയ വീടുകൾ നന്നായി പെയിൻ്റൊക്കെ ചെയ്ത് അതിൻ്റെ മേൽക്കൂരയൊക്കെ പ്രത്യേക രീതിയിൽ ഷീറ്റൊക്കെ ഒട്ടിച്ച്. വീടിനോട് ചേർന്ന് തന്നെ അവരുടെ ഫാമിങ് കാണാൻ പറ്റും. ടെറസ് ഫാമിംഗ് ആണ്. ഇതുപോലുള്ള കുന്നുപ്രദേശങ്ങളിലെല്ലാം ഇവർ ഈ ടെറസ് ഫാമിംഗ് ആണ് ചെയ്യുന്നത്. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായ ആകാശത്തിൽ ആ ദൃശ്യം ഞങ്ങൾ കണ്ടത്. ഒരു സർക്കിൾ പോലെ ഒരു ഹാലോ ഷേപ്പിൽ, അത് മേഘത്തിൻ്റെ ഫോർമേഷനാണോ എന്താണെന്നറിയില്ല. കുറച്ചു നേരം ഞങ്ങൾ ആ ദൃശ്യം കണ്ടു. പ്രകൃതിയുടെ ഓരോ പ്രതിഭാസങ്ങളല്ല, അതെന്ത് പറയാൻ. ദൂരെ ധർമ്മശാലയുടെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ യാത്ര ഏതാണ്ട് ധർമ്മശാലയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര ഏതാണ്ട് ധർമ്മശാലയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൂരെ ധർമ്മശാല ടൗണിൻ്റെ ചില ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ധരംശാലയിലെ ദാൽ ലേക്കാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടുത്തെ ദാൽ ലേക്കിൻ്റെ സൈഡിലൂടെ ആണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധരംശാലയിലെ ഞങ്ങളുടെ അക്കോമഡേഷനായ ഫോർച്യൂൺ മോക്ഷയിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ധരംശാലയിലെ കൂടുതൽ കാഴ്ചകൾ കാണാം.